ഹലോ ഫാമിലി, എല്ലാവർക്കും നല്ലൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് കാണുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. അപ്പൊ ലിപ്സ്റ്റിക് ഒക്കെ ഇട്ട് ഇങ്ങോട്ടാണെന്നല്ലേ, ലിപ്സ്റ്റിക് ഒക്കെ ഇട്ട് ഒന്ന് ഒരുങ്ങാന്ന് വിചാരിച്ചപ്പോഴത്തേക്കും എന്തേ പിരികും എല്ലാം നന്നായിട്ട് വളർന്നിട്ടുണ്ട് കേട്ടോ. അപ്പൊ എനിക്ക് ബ്യൂട്ടി പാർലറിൽ പോയി ത്രെഡ് ചെയ്യുന്ന പരിപാടി എനിക്ക് പറ്റത്തില്ല ഗൈസ്. മൈഗ്രെയിനും തലവേദനയൊക്കെ ഉള്ളതുകൊണ്ട് ഈ ത്രെഡ് ചെയ്യുന്നത് പറ്റത്തില്ല. അപ്പൊ ഞാൻ ഉപയോഗിക്കുന്ന ഒരു ട്രിക്ക് നിങ്ങൾക്ക് കൂടെ പറഞ്ഞുതരാന്ന് വിചാരിച്ചു. അപ്പോൾ ചിലരെങ്കിലും ഇങ്ങനെ ആയിരിക്കും ചെയ്യുന്നത്. പിന്നെ ഇപ്പോൾ നമുക്ക് ഫാൻസിയിലൊക്കെ ഷേപ്പർ കിട്ടും, വാങ്ങിക്കാൻ കിട്ടും. അപ്പോൾ എൻ്റെ കയ്യിൽ ഷേപ്പർ ഒന്നും ഇല്ലായിരുന്നു. അപ്പൊ ഞാൻ പിന്നെ ഒരു പാരഷൂട്ടിന്റെ വെളിച്ചെണ്ണ എടുത്തിട്ടുണ്ട്. ആ വെളിച്ചെണ്ണ എടുത്ത് ഒന്ന് ജസ്റ്റ് ഒന്ന് നെറ്റി പിരികത്തിന്റെ ആ രണ്ട് സൈഡിലായിട്ടൊന്ന് അപ്ലൈ ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അത് കഴിഞ്ഞിട്ട് ഇതുപോലെ ഒരു ബ്ലേഡാണ്, നമ്മൾ യൂസ് ചെയ്യാത്ത ബ്ലേഡ് വേണം എടുക്കാനായിട്ട്, ന്യൂ ആയിട്ടുള്ള ബ്ലേഡ്. അപ്പൊ ഇത് കുട്ടികളും കുഞ്ഞു കുട്ടികളൊന്നും ഇതൊന്നും ചെയ്യരുത് കേട്ടോ. അപ്പോൾ അത്രയും സൂക്ഷിച്ച് വേണം നമുക്ക് ഈ ബ്ലേഡ് വെച്ച് കൈകാര്യം ചെയ്യുമ്പോൾ, അത്രയും കെയർഫുൾ ആയിട്ട് വേണം ചെയ്യാൻ. അപ്പൊ ഞാനിത് ഇങ്ങനെ ചെയ്യുന്നതുകൊണ്ട് എനിക്ക് വലിയ ബുദ്ധിമുട്ടില്ല. അതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ ചെയ്യുന്നത് കേട്ടോ. ഇങ്ങനെ ചെയ്യുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ ഒന്ന് കമന്റ് ചെയ്യണം കേട്ടോ. ഞാൻ ഫസ്റ്റ് ഈ താഴത്തെ പോർഷനിൽ ഒരുപാട് ഹെയർസ് ഇങ്ങനെ പിരികത്ത് വന്നിട്ടുണ്ടായിരുന്നു. അപ്പൊ അതെല്ലാം ഇതുപോലെ ഒന്ന് റിമൂവ് ചെയ്ത് കൊടുക്കുകയാണ്. അപ്പൊ നമ്മൾ ഓയിൽ തേച്ചിരിക്കുന്നതുകൊണ്ട് നമുക്ക് വലിയൊരു പെയിനും കാര്യങ്ങളും വരത്തില്ല. കൂടാതെ തന്നെ അത് പെട്ടെന്ന് തന്നെ അതെന്തോന്നി ഷേവ് ചെയ്ത് കിട്ടുകയും ചെയ്യും കേട്ടോ. അപ്പൊ ഈ ഇവിടെ ചെയ്യാനായിട്ട് എനിക്ക് ഭയങ്കര പേടിയാണ് കേട്ടോ. അപ്പൊ ഞാൻ ഭയങ്കര സൂക്ഷിച്ചാണ് അവിടെയൊക്കെ ചെയ്യുന്ന കാര്യം. നമ്മുടെ കണ്ണിന് മുകളിലല്ലേ, അപ്പോൾ ആ ഒരു ഭാഗം നന്നായിട്ട് ഇതുപോലെ എടുക്കാം. അപ്പൊ നമ്മൾ ഈ ഒരു ഷേവ് ചെയ്യുമ്പോൾ തന്നെ നമുക്ക് കുറച്ചുകൂടെ ഒരു ബ്രൈറ്റ്നെസ് മുഖത്ത് തോന്നും കേട്ടോ. ആ ഒരു ഫീല് വരും. ഇതാണ് എല്ലാവരും ത്രെഡ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മളെ പെട്ടെന്ന് എല്ലാവരും തിരിച്ചറിയല്. ത്രെഡ് ചെയ്തല്ലോ എന്ന് ചോദിക്കും. കാര്യം എന്താണ്, നമ്മുടെ ആ ഒരു പിരികത്തിന്റെ ആ സൈഡിലുള്ള കുറച്ച് ഹെയർ ഒക്കെ പോകുമ്പോൾ തന്നെ അവിടെയൊക്കെ ഒന്ന് നന്നായിട്ട് ബ്രൈറ്റ് ആയിട്ട് നിൽക്കും. അപ്പോൾ എൻ്റെ ചാനൽ ഇഷ്ടമുള്ള കൂട്ടുകാരൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. ഞാൻ എല്ലാ വീഡിയോസും ഉൾപ്പെടുത്താൻ ശ്രമിക്കുന്നുണ്ട്. വീഡിയോസ് എല്ലാം ആമിക്കുട്ടി വന്നിരിക്കുകയാണ് റെക്കോർഡ് ചെയ്യാൻ നേരത്ത്. പിന്നെ നമുക്ക് ഈ ഹെയർ കുറച്ച് പൊങ്ങി നിൽക്കുന്ന ഹെയർ ഒക്കെ കാണാം. അപ്പൊ അതൊക്കെ നമ്മൾ ഒരു സിസർ വെച്ചിട്ട് നന്നായിട്ടൊന്ന് ഷേപ്പ് ചെയ്ത് കൊടുത്താൽ മതി. പിന്നെ എനിക്ക് വലിയ തിന്നായിട്ട് ഷേപ്പ് ചെയ്യുന്നതിനോട് എനിക്ക് താല്പര്യമില്ല. അതുകൊണ്ട് ഞാൻ എന്ത് ചെയ്യും, ഞാൻ കുറച്ച് തിക്നെസ്സിലായിട്ടാണ് പിരികം ഇങ്ങനെ ഷേപ്പ് ചെയ്യുന്നത് കേട്ടോ. പിന്നെ നമ്മുടെ ചാനലിൽ നമ്മൾ കുക്കിംഗ് ഒക്കെ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. പിന്നെ എനിക്ക് റീൽസ് ഒക്കെ ചെയ്യാൻ ഇഷ്ടമാണ് കേട്ടോ. അപ്പൊ അതുകൊണ്ട് റീൽസ് ഒക്കെ ഷോർട്സ് വീഡിയോസും എല്ലാം ഇതിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട് കേട്ടോ. അപ്പൊ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട എങ്ങനത്തെ വീഡിയോസ് ആണ് നിങ്ങൾക്ക് ഇഷ്ടം? കുക്കിംഗ് ആണോ, അതിങ്ങനെ റീൽസ് ആണോ, ചലഞ്ചസ് ആണോ, അങ്ങനെയൊക്കെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ പറയാം കേട്ടോ. അപ്പൊ നമ്മുടെ വീഡിയോ ഒരുപാട് പേര് കാണുന്നുണ്ടെങ്കിലും ലൈക്കും ഇതൊക്കെ കുറവാണ് കേട്ടോ. ഇപ്പൊ ഫൈനൽ ലുക്ക് ഇങ്ങനെ ആയിട്ടുണ്ട് കേട്ടോ. പിന്നെ ഞാൻ ഗുഡ് വൈബ്സിന്റെ ഒരു വൈറ്റമിൻ സിയുടെ സിറം യൂസ് ചെയ്തിട്ടുണ്ട് കേട്ടോ. അപ്പൊ ലാസ്റ്റ് അതൊക്കെ യൂസ് ചെയ്യും. ഇപ്പൊ നമ്മൾ ആ ബിഫോർ ആൻഡ് ആഫ്റ്റർ ആ ലുക്ക് നിങ്ങൾക്ക് നോക്കിയാൽ മനസ്സിലാവും. നല്ലൊരു ഒരു മാറ്റം വന്നിട്ടില്ലേ ഫേസിൽ. അപ്പൊ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്യാം കേട്ടോ.